ഹലോ ഗേയ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ 20-യും 12-യും വീതിയുള്ള ഒരു കാർഡ്ബോർഡ് എടുത്തു. അതിനുശേഷം സെൻറ്ററായിട്ട് വരച്ചു. ഞാൻ വരച്ചിരിക്കുന്നത് പോലെ ഇതുപോലെ ചെയ്യുക. സെൻറ്റർ ചെയ്ത് വരയ്ക്കുക 12 സെൻറ്റിമീറ്റർ. എന്നിട്ട് നമ്മുടെ ഈ ടേപ്പ് ഉണ്ടല്ലോ, ഇൻസുലേഷൻ ടേപ്പ് അല്ലെങ്കിൽ ടേപ്പ് എടുത്താൽ നേരെ ഈക്വലായിട്ട് ഇതുപോലെ വരയ്ക്കുക. അതിനുശേഷം സൈഡ് വെച്ച് ഇങ്ങനെ വരയ്ക്കുക. ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ വരച്ചെടുക്കുക. വരച്ച് നല്ല അടിപൊളിയായിട്ട് എടുക്കണം കേട്ടോ. 4 സൈഡും ഞാനിങ്ങനെ വരയ്ക്കുകയാണ്. വരച്ച് കഴിഞ്ഞിട്ട് കത്രിക വെച്ചോ നമ്മുടെ പെൻസിൽ പേന വെച്ചോ കട്ട് ചെയ്ത് മാറ്റുക. ഞാൻ കത്രിക എടുത്ത് കട്ട് ചെയ്തു 4 സൈഡും. എന്നിട്ടൊരു പേനക്കത്തി വെച്ച് ഈ സൈഡ് മുറിച്ചെടുക്കുകയാണ്. ഇങ്ങനെ മുറിച്ചെടുക്കണം. അത് മുറിച്ചെടുത്ത് കളഞ്ഞു. എന്നിട്ട് ആ സൈഡൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. എന്നിട്ട് വേറൊരു കാർഡ്ബോർഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കാർഡ്ബോർഡ് എടുത്ത് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഗ്ലൂ വെച്ച് ഒരു പേപ്പർ എടുത്ത് ഒട്ടിച്ചെടുക്കുക. പേപ്പറിലോട്ട് ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത വെള്ള പേപ്പർ ഒട്ടിച്ചിട്ട് അതിൻ്റെ ആ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കുക. നല്ല പ്യുവറായിട്ട് ഒന്ന് തെന്നിച്ചിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കുമേ. 9 സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് കറക്റ്റ് ആ വലിപ്പത്തിൽ തന്നെ ഇങ്ങനെ വളച്ച് എടുക്കണേ. തിരിച്ച് ചുറ്റും അടിച്ച് ഒട്ടിച്ചെടുക്കുക. അളവെടുത്ത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. ആ അളവിനെ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ച് അത് ഒട്ടിച്ചെടുക്കുക. അതിനൊപ്പം ശേഷം അത് ആ കാർഡ്ബോർഡിലോട്ട് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് പശ തേച്ചിട്ട് വെള്ള കളറിൽ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് പേപ്പർ ഉപയോഗിച്ച് നല്ല തെന്നിക്കുവാണെങ്കിൽ എല്ലാ പശത്തും പശ കിട്ടും. എന്നിട്ട് ഒരു ചതുരപ്പെട്ടി ഉണ്ടാക്കിയെടുക്കുക. അതിന് തന്നെ പറയട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലെ ഒട്ടിച്ചെടുത്തു. മറ്റേ ആ പഴയ പേപ്പർ എടുക്കുക. സൈഡിൽ കൂടെ ഇച്ചിരി വിടവുണ്ടല്ലോ, വിടവിൽ കൂടെ വെള്ള പേപ്പറൊക്കെ ഇട്ട് ഒട്ടിക്കാൻ വേണ്ടി ഇപ്പം എടുത്ത സ്ക്വയർ വലുപ്പമുള്ള പേപ്പർ ഒട്ടിച്ചെടുക്കുക. ശരിക്കും ഒരു കാർഡ്ബോർഡ് പെട്ടിയായി, നല്ല വൃത്തിയുള്ള പെട്ടിയായിരുന്നു. ഇനി അടിവശത്ത് കളർ പറ്റാതെ ഇവിടെ ഗ്ലൂ ചെയ്യുക. എന്നിട്ട് പേപ്പർ ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത് പാവം മിച്ചം വന്ന പേപ്പർ കട്ട് ചെയ്ത് മുമ്പേ കട്ട് ചെയ്ത വെള്ള പേപ്പർ എടുത്തിട്ട് പശ തേച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. സൈഡ് വെച്ച് കട്ട് ചെയ്യുന്നതിൻ്റെ സൈഡ് തന്നെ ചുരുങ്ങാതൊക്കെ ഇരിക്കും. ഒട്ടിക്കുമ്പോൾ കൃത്യമായിട്ട് നല്ല ആക്രസി വെച്ച് നമുക്ക് മുറിച്ചൊട്ടിക്കുകയാണെങ്കിൽ നല്ല കൃത്യമായിട്ടിരിക്കും. ഇത് പശ തേച്ചൊട്ടിച്ചെടുത്തു. ഒട്ടിച്ചെടുത്ത ശേഷം നടക്കുന്ന ഹോളിട്ട് തിരിച്ചും മറിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചെടുക്കുക.
നല്ല അടിപൊളിയായില്ലേ? എന്നിട്ട് ഇപ്പോഴത്തെ സൈഡും കേരള പേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക, കട്ട് ചെയ്തെടുക്കുക. നല്ല ഫിനിഷിങ് ആയില്ലേ? തിരിച്ച് ആ കാർബോർഡിൻ്റെ നടുക്കോട്ട് ഇട്ട് കൊടുക്കുക, ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളെ മുമ്പിലത്തെ എടുത്ത മറ്റേ ഐസ്ക്രീമിൻ്റെ എടുക്കുന്ന ഉപയോഗിക്കുന്ന സ്പൂണെടുത്ത് മുമ്പത്തെ വീഡിയോയിലിട്ട പോലെ തന്നെ മറ്റേ ഡെക്കറേഷൻ ചെയ്യുന്ന ഒട്ടിച്ച് കട്ട് ചെയ്തെടുക്കുക. അടുത്ത സ്പൂണും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. മുമ്പത്തെ വീഡിയോ നമ്മൾ 2 ചെയ്താൽ ഇതിൽ 1 ചെയ്യുന്നുള്ളൂ, ഒട്ടിച്ചെടുക്കുന്നു. കുറേ എണ്ണം ഒട്ടിച്ചെടുത്ത് ഫിനിഷിംഗ് ആയി. എന്നിട്ട് മാറ്റി വെച്ചു. ഇപ്പോഴത്തെ സൈഡിൽ കൂടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ തന്നെ ഒട്ടിച്ചെടുത്തു. ഒട്ടിച്ച് ഫോയിൽ സൈഡ് പൂർണ്ണമായിട്ട് തീർന്നു. എന്നിട്ട് അതിൻ്റെ പാരലായിട്ട് അടുത്ത് ഒട്ടിച്ചു. തിരിച്ചെടുത്ത് കഴിഞ്ഞു. പിന്നെ ആ സൈഡ് തീർന്നു. നല്ല വൃത്തിയില്ലേ കാണാൻ? ഇത് പകുതിയായിട്ട് മാറ്റി വെച്ച. എന്നിട്ട് അടുത്ത നമ്മുടെ സീക്വൻസ് കൂടിയ വള്ളി മുത്ത് വെച്ച ഗോളങ്ങളുള്ള മുത്ത് വെച്ച് അത് 3 സൈഡായിട്ട് കട്ട് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് ഒട്ടിച്ചെടുത്ത് പിരിച്ചെടുത്ത് കഴിയുമ്പോൾ വേറൊരു സ്റ്റൈലാണ്. സൈഡ് ഒട്ടിച്ചെടുത്ത് രണ്ടെണ്ണം ഒട്ടിച്ചെടുക്കുക. മൂന്ന് ലെയർ ഒട്ടിച്ചിട്ടുണ്ട്. 4 ലെയർ വെച്ചത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതൊരു 5 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. വെള്ള പേപ്പർ എടുത്ത് കട്ട് ചെയ്ത് റൗണ്ടാക്കി ഒരു പൂവാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കൂടെ നമുക്കൊരു മുത്ത് വെക്കാം. അങ്ങനെ പൂക്കളുണ്ടാക്കി വെച്ചു. അത് നടുക്കൊട്ടിച്ചു കൊടുത്തു. നമുക്കിത് എന്തെങ്കിലും ടിഷ്യൂ പേപ്പറോ ഒക്കെ നാപ്കിനോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പേപ്പർ സെറ്റാക്കി യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്യുക. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.